നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ പ്രാധാന്യത്തോടുകൂടി ഏതെങ്കിലും ഒരു വീട്ടിലെ മരണ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ മരിച്ചയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പൊട്ടിക്കറങ്ങി നിലവിളിച്ച് നെഞ്ചത്തിരിച്ച് കരഞ്ഞില്ലെങ്കിൽ സമൂഹ മാധ്യമം കുറ്റപ്പെടുത്തും. ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ ബിസിനസ് മാഗ്നേറ്റ് ആയിട്ടുള്ള CJ റോയിയുടെ മരണത്തിൽ CJ റോയിയുടെ മകളും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ കരയാതെ നിന്നതും കൂളിംഗ് ഗ്ലാസ് വെച്ച് ഈ മൃതശരീരത്തിനടുത്തിരുന്നതും ഒക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം നേരിട്ടിരുന്നു. ഇതിനു മുൻപും ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് പല രീതിയിൽ വരികയുണ്ടായി. ഇപ്പോഴിതാ ഏറ്റവും ഏഞ്ചലായിട്ടുള്ള കുഞ്ഞ് മാലാഖയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ മാലാഖയുടെ മൃതശരീരത്തിനടുത്തിരുന്ന പിതാവും മാതാവും ഒരു തുള്ളി കണ്ണീരില്ലാതെ ഇരുന്നതിലാണ് വിമർശനം ഉണ്ടാകുന്നത്. ആ കുഞ്ഞ് നമ്മെ വിട്ടു പിരിഞ്ഞ കുടുംബത്തെ വാഴ്ത്തിപ്പാടിയിട്ട് നാവൊന്നും അകത്തിട്ടില്ല, ഇതാ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. പുതുജീവൻ നൽകി അനശ്വരതയിലേക്ക് മറഞ്ഞ ആലിനെന്ന കുഞ്ഞു മാലാഖയെ കേരളം മറക്കാൻ നേരമായിട്ടില്ല. 10 മാസം മാത്രം പ്രായമുള്ള പിഞ്ചോമനയുടെ മരണത്തിലും മറ്റുള്ളവർക്ക് വെളിച്ചമേകുകയായിരുന്നു മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും. എന്നാൽ ഇതാ സമൂഹ മാധ്യമങ്ങളിൽ ആദിനിത്യവും ക്രൂരവുമായ സൈബർ ആക്രമണത്തിന് ഇരയാവുകയാണ് ഇരുവരും. മകൾ മരിച്ചപ്പോൾ കരയാതിരിക്കുന്ന എന്തെന്നാണ് ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളുടെ ചിലർ പ്രചരിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ മരണത്തിലും വാഹന അപകടത്തിലും അന്വേഷണം വേണമെന്ന അടക്കമുള്ള ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളത്. എത്രയൊക്കെ ആയാലും പെറ്റമ്മ കുഞ്ഞിനെ ഓർത്ത് കരയില്ലേ എന്നും അമ്മയ്ക്ക് സങ്കടമുള്ളതായി തോന്നുന്നില്ല എന്നും മകൾ പോയതിൽ സങ്കടമില്ലാത്ത അമ്മ തന്നെയാണോ എന്നും ഇവർ കല്യാണത്തിനാണോ വന്നിരിക്കുന്നത് എന്നെല്ലാമുള്ള ഹൃദയശൂന്യമായ കമന്റുകളാണ് വാർത്തകൾക്കും ചിത്രങ്ങൾക്കും ചുവടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. വലിയ വിമർശനവും ഇത്തരം പ്രതികരണങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. മാതാപിതാക്കളുടെ സങ്കടത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ സമൂഹം ആരാണെന്നും ആളുകൾ കാൺകെ അലമുറയിട്ട് കരഞ്ഞാൽ മാത്രമേ സങ്കടമുള്ളതായി അംഗീകരിക്കുകയുള്ളൂ എന്നും ആളുകൾ എഴുതുകയാണ്. സാഡിസ്റ്റുകളായ മനുഷ്യർക്കല്ലാതെ ഇങ്ങനെ ക്രൂരമായി പ്രതികരിക്കാൻ കഴിയില്ല എന്നും ആളുകൾ കൂട്ടിച്ചേർക്കുന്നു. എന്തിലും ഏതിലും അപരനെ വിധിക്കാനുള്ള മലയാളികളുടെ വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ് ഇതിൽ തെളിയുന്നത് എന്നും ആകെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടമായ മാതാപിതാക്കളുടെ ഉള്ളിലെ വിങ്ങൽ ആരെയാണ് അവർ ബോധ്യപ്പെടുത്തേണ്ടത് എന്നും ആളുകൾ കുറിക്കുന്നു. ഫെബ്രുവരി 5-ന് അരുണിനും ഷെറിനുമൊപ്പം കാറിൽ സഞ്ചരിക്കവെയാണ് MC റോഡിൽ പള്ളം ബോർമ കവലയിൽ വെച്ച് അപകടം ഉണ്ടായത്. ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ആലിൻ വെള്ളിയാഴ്ച ഉച്ചയോടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത്. ആലിന്റെ വൃക്കകളും കരളുകളും ഹൃദയവാൽവുകളും 4 കുഞ്ഞുങ്ങൾക്കാണ് പുതിയ ജീവിതമേകിയത്. നെഞ്ച് തകരുന്ന വേദനയിലും പകരം വയ്ക്കാനില്ലാത്ത മാതൃകയാണ് സമൂഹത്തിന് ആ മാതാപിതാക്കൾ കാണിച്ചു തന്നത്. ആലിന്റെ അവയവങ്ങൾ സ്വീകരിച്ച 2 കുട്ടികളുടെയും ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ്. നിലവിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു മരവിച്ചൊരവസ്ഥയിലാണ് ആ പിതാവും മാതാവും അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് സംസാരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. കാരണം അവർ ആരോടാണ് നന്ദി പറയേണ്ടത്? തൻ്റെ ഹൃദയ തുല്യനും സ്നേഹതുല്യമായ മകളെ അങ്ങ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് ജീവൻ നൽകിയ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ വേണ്ടി തൻ്റെ മകളെ എടുത്ത ആ പ്രവൃത്തിക്കാണ് നന്ദി പറയേണ്ടത്? അല്ലെങ്കിൽ എന്തിനാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാത്തൊരു മരവിച്ച അവസ്ഥയിലാണ് ആ കുടുംബം ഉണ്ടായിരുന്നത്. ദൈവത്തെ ഏറ്റവും അടുത്ത് വിശ്വസിക്കുകയും ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്ത അവർ നിലവിലെ സാഹചര്യത്തിൽ ആ പിതാവിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ വളരെ ശരിയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു എന്നല്ല, ദൈവം തന്നു, ദൈവം ഉപയോഗിച്ചു, ദൈവം എടുത്തു എന്ന് പറയേണ്ടി വരുമെന്ന് പിതാവ് പറയുകയുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് ക്രൂരമായ ഈ കമന്റുകൾ ഇട്ടുകൊണ്ട് ആ മാതാപിതാക്കളെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശരിയായ നടപടിയല്ല. ഇതങ്ങനെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല. ഈ പ്രവർത്തികൾ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. അവരവർക്ക് വരുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ വിഷമവും ആഴവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നു. ഒരു കുടുംബത്തിലും ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഒരു മാതാപിതാക്കളും എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ആ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്ന മാതാപിതാക്കളെ കുത്തി നോവിക്കാനും ഒരു സംഘം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതൊന്നും അത്ര നല്ലതല്ല എന്നാണ് പറയാനുള്ളത്.